ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, നമ്മുടെ കർത്താവിന്റെ കഷ്ടാനുഭവത്തെ സ്മരിക്കുവാൻ ഒരു കഷ്ടാനുഭവ ആഴ്ച കൂടെ സമാഗതമായിരിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ കഷ്ടാനുഭവത്തിൽ താതാത്മ്യപ്പെടുവാനും അവന്റെ പീഡാനുഭവത്തിൽ പങ്കാളികളാകുവാനും അവന്റെ പെസഹ അനുഭവിക്കുവാനും അവന്റെ ഉയർപ്പിൽ സന്തോഷിക്കുവാനുമായിട്ടാണ് ഈ ആഴ്ചയിലെ ദിനങ്ങൾ നാം വേർതിരിക്കുന്നത്. ഞാനൊരു പ്രാവശ്യം ബാംഗ്ലൂർ എയർപോർട്ടിൽ ഇരുന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ അവന്റെ കാതിൽ ഒരു ക്രോസ് തൂക്കി എന്റെ തൊട്ടടുത്ത് വന്നിരുന്നു. ഞാൻ അവനോട് ചോദിച്ചു, ഇതെന്താണ് കാതിൽ കുരിശ്? അവൻ എന്നോട് പറഞ്ഞു, ഇപ്പോഴത്തെ ഒരു ഫാഷനാണിത്. ഞാൻ അവനോട് തിരിച്ചു പറഞ്ഞു, ഫാഷൻ FASHION അല്ല വേണ്ടത്. ക്രോസ് മസ്റ്റ് ബി അവർ പാഷൻ, PASSION. എന്തിനാണ് ദൈവം മനുഷ്യനായതും യാഗമായതും? യഹോവയായ ദൈവം മനുഷ്യന് നൽകിയ കൽപ്പനകളിൽ പാപപരിഹാര യാഗമായ ബലിവസ്തുവിനെ കുറിച്ചുള്ള സൂചനകളുണ്ട്. മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്ന് പാപം ചെയ്ത് വീഴ്ച സംഭവിച്ചപ്പോൾ അവനെ വീണ്ടെടുക്കുവാൻ ദൈവവും മനുഷ്യനും തമ്മിലുള്ള നടുച്ചുവർ ഇടിച്ചു കളയുവാൻ ഒരു ബലി ആവശ്യമായിരുന്നു. ആ ബലിവസ്തുവാകുവാൻ ദൈവം തന്നെ മുൻകൈയെടുക്കുകയാണ്. കാരണം ബലിവസ്തു ഊനമില്ലാത്തതാകണം. ദൈവം നോക്കിയപ്പോൾ ഊനമില്ലാത്ത ഒരു ബലിവസ്തു ലോകത്തിൽ ലഭ്യമല്ല. ദൈവം തന്നെ ഒരു ബലിവസ്തുവായി മാറി. ഊനമില്ലാത്ത, സുവിശേഷനിൽ പറയുന്നത് പോലെ, വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നത് പോലെ, പാപമൊഴികെ ബാക്കി എല്ലാറ്റിലും മനുഷ്യനോട് സാമ്യമുള്ളവനായി അവൻ ഈ ലോകത്തിൽ അവതരിച്ചു. അവൻ ആ ബലിവസ്തുവായി മാറി. കാൽവറിയിൽ യാഗമായി ക്രൂശിൽ മരിച്ചു. നമുക്ക് രക്ഷയെ നേടിത്തന്നു. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ പുനഃസ്ഥാപിച്ചു. വിശുദ്ധ വേദപുസ്തകത്തിൽ ആദിയോടന്തം പരിശോധിച്ചാൽ നമുക്കറിയാം, ദൈവം എപ്പോഴും മനുഷ്യനു വേണ്ടി താല്പര്യങ്ങൾ എടുക്കുന്നവരാണ്. അത് ഉൽപ്പത്തി മുതൽ നാം അത് കാണുന്നുണ്ട്. മനുഷ്യനോടുകൂടെ സഹവാസം ചെയ്യുന്ന ഒരു ദൈവം. മനുഷ്യൻ എപ്പോഴൊക്കെ അകന്നു പോകുന്നുവോ അപ്പോഴൊക്കെ അവന്റെ സമീപത്തേക്ക് വരുന്ന ദൈവം. മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി എപ്പോഴും ആഗ്രഹിക്കുന്ന ദൈവം. ദൈവസ്നേഹമാണ് എന്നെയും നിങ്ങളെയും ഒക്കെ ഈ ലോകത്തിൽ നിലനിർത്തുന്നത്. ദൈവസ്നേഹത്തിന്റെ ഏറ്റവും വലിയ എക്സ്പ്രഷനാണ് കുരിശ് എന്ന് പറയുന്നത്. ഒരുവൻ തന്റെ സ്നേഹത്തിന് വേണ്ടി ജീവൻ നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പഠിപ്പിച്ച കർത്താവ് ആ സ്നേഹത്തിന്റെ ഏറ്റവും അഗമ്യമായ കാര്യം നിർവഹിച്ചത് വിശുദ്ധ കുരിശിലാണ്. അതുകൊണ്ടാണ് ഈ ആഴ്ചയിൽ നാം കുരിശിനെ തന്നെ നോക്കി നമ്മുടെ ധ്യാനത്തെയും ജീവിതത്തെയും നയിക്കുന്നത്. ദേവാലയത്തിന്റെ മധ്യത്തിലുണ്ടായിരുന്ന ഗോകുൽത്തായും കുരിശും ഏറ്റവും കിഴക്കേ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് അതിലേക്ക് നമ്മുടെ മുഴുവനും ശ്രദ്ധയും വെച്ച് നാം ധ്യാനിക്കുകയാണ്. ഈ കുരിശിലൂടെയാണ് എനിക്ക് വേണ്ടി ദൈവം ബലിയായി മാറിയത്, ബലിവസ്തുവായി മാറിയത്. ബലിവസ്തുവായി മാറി എന്ന് മാത്രമല്ല, ബലി സ്വീകരിക്കുന്നവനും ദൈവമാണ്, ബലി കഴിക്കുന്നവനും ദൈവമാണ്. അങ്ങനെ ബലിയും ബലികർത്താവും ബലി സ്വീകർത്താവുമായി ദൈവം നമുക്ക് വേണ്ടി മാറുന്നതിന്റെ ഓർമ്മയാണ് നാം പുതുക്കുന്നത്. പലപ്പോഴും ഈ ആഴ്ചയിലെ പ്രാർത്ഥനകളിൽ നാം മുഴുകുമ്പോൾ നമുക്ക് ദുഃഖവും കണ്ണുനീരും സങ്കടവും ഉണ്ടാകാറുണ്ട്. അത് അതിന്റെ ഭാഗം തന്നെയാണ്. എന്നാൽ ഒന്നാമത്തെ ദുഃഖവെള്ളിയാഴ്ച യേശു തിരിഞ്ഞ് സ്ത്രീകളോട് പറഞ്ഞതുപോലെ നമ്മോടും പറയുന്നുണ്ട്, എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയും കരയുവീൻ എന്ന്. ഈ ആഴ്ചത്തെ നമ്മുടെ അനുതാപവും കണ്ണുനീരും ഒക്കെ നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ ദൈവസന്നിധിയിലേക്കുള്ള ഒരു പുനർസമർപ്പണത്തിന്റെ ഭാഗമായി മാറട്ടെ. ഈ ആഴ്ചയിലെ എല്ലാ ശുശ്രൂഷകളും നമുക്ക് അനുതാപം ഉണ്ടാകട്ടെ. വലിയ ആഘോഷങ്ങളല്ല, പിന്നെ ഹൃദയത്തിന്റെ താപവും അനുതാപവും അതുമൂലം മാനസാന്തരവും നമുക്കുണ്ടാകട്ടെ. അങ്ങനെ വരുമ്പോൾ മാത്രമേ പെസഹായ്ക്ക് നാം വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോൾ
നമുക്ക് രൂപാന്തരം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ മാത്രമേ അടുത്ത ഞായറാഴ്ച നാം ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ അത് ഉയർപ്പിന്റെ ഒരു പെരുന്നാളായി മാറുകയുള്ളൂ. പാപത്തിന്റെ എല്ലാ അന്ധകാരങ്ങളിൽ നിന്നും പ്രകാശത്തിലേക്കുള്ള ഒരു ഉയർപ്പായി ഈ ആഴ്ചയിലെ എല്ലാ ശുശ്രൂഷകളും ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മെല്ലാവരെയും ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.